വെൽക്കം ബാക്ക് ഗൈസ്. സോ 2026 ഫിഫ ഫുട്ബോൾ വേൾഡ് കപ്പിന് ഇന്നലെ തുടക്കമായി. മെക്സിക്കോയിലും കാനഡയിലും അമേരിക്കയിലുമായിട്ട് ഒരു മാസത്തോളം നീണ്ടു കിടക്കുന്ന ടൂർണമെൻ്റ് ആണെന്നുള്ളതൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ ഈ വേൾഡ് കപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഭയങ്കര വിവാദമായിട്ടുള്ളൊരു പ്രശ്നം വന്നായിരുന്നു. സൊമാലിയൻ റഫറിയുള്ള ഒമർ അബ്ദുൽ ഖാദറിൻ്റെ എൻട്രി അമേരിക്ക നിഷേധിക്കുന്നു. ഫിഫ തിരഞ്ഞെടുത്ത് മത്സരം നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് അമേരിക്കയിലേക്ക് അയക്കുന്ന ഒരു റഫറിനെ വിസ കാരണങ്ങളും ടെററിസ്റ്റ് കാരണങ്ങളും പറഞ്ഞിട്ടാണ് അമേരിക്ക ബാൻ ചെയ്യുന്നത്. ആൻഡ് യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദ തിങ്, കഴിഞ്ഞ 2025 ആഫ്രിക്കൻ റഫറി ഫെഡറേഷൻ്റെ ഏറ്റവും മികച്ച റഫറിക്കുള്ള അവാർഡ് കിട്ടിയ ആളാണ് ഒമർ അബ്ദുൽ ഖാദർ. ആ ഒമർ അബ്ദുൽ ഖാദറിനെയാണ് ഈ ഒരു രാജ്യത്തിൻ്റെ പേരിൽ, സൊമാലിയ എന്ന് പറയുന്ന ഒരു രാജ്യത്തിൻ്റെ പേരിൽ ബാൻ ചെയ്യപ്പെടുന്നത്. സോ ഇത് മാത്രമല്ല, ഈ അമേരിക്കൻ വേൾഡ് കപ്പിൻ്റെ തുടക്കം തൊട്ടേ ടിക്കറ്റുകളുടെ വില വർധനവ്, അതായത് ഖത്തർ വേൾഡ് കപ്പായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇരട്ടി പൈസയിലാണ് ടിക്കറ്റുകൾ വിറ്റുകൊണ്ടിരുന്നത്. ആ ആരോപണം നിലനിന്നുണ്ടായിരുന്നു. അപ്പോൾ സാധാരണക്കാരന് ഫുട്ബോൾ കാണാൻ പറ്റുമോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വളരെ നമ്മുടെയൊക്കെ ഒരു മുന്നിൽ നിന്നൊരു കാലം ഉണ്ടായിരുന്നു. പക്ഷേ അവർ ആ പ്രൈസുമായിട്ട് മുന്നോട്ട് പോയി, പല ടിക്കറ്റുകളും വിറ്റുപോയി. പൈസക്കാർ ടിക്കറ്റ് കാണാൻ തുടങ്ങി, സാധാരണക്കാർക്ക് കളി കാണാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് പോയി. ഇഗ്നോർ ദ നോയ്സ്, ഞാൻ പുറത്തുനിന്നാണ് വീഡിയോ എടുക്കുന്നത്. സോ ശരിക്കും പറഞ്ഞാൽ ഫുട്ബോൾ എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഗെയിം ഓഫ് എവരി വൺ. പക്ഷേ ഇപ്പം അങ്ങനെയാണോ? ലൈക്ക് പ്രത്യേകിച്ച് ഈ 2026 അമേരിക്ക വേൾഡ് കപ്പിലേക്ക് വരുമ്പോൾ ഈസ് ഫുട്ബോൾ സ്റ്റിൽ എവരി വൺസ് ഗെയിം? ഇപ്പോൾ നമ്മൾ അക്സെപ്റ്റ് ചെയ്യേണ്ട കാര്യമുണ്ട്. കാലം മാറുമ്പോൾ ഫുട്ബോൾ മാറും. ഫുട്ബോൾ പൈസയുടെ കളിയായിട്ട് മാറുന്നുണ്ട്. പണ്ടത്തെ കാലത്ത് 1950-കളിലോ 30-കളിലോ ഉണ്ടായിരുന്ന ഒരു ഫുട്ബോൾ അല്ല ഇന്ന്. ഇപ്പോൾ നമുക്കറിയാം, അറേബ്യൻ ഇൻവെസ്റ്റ്മെൻറ്റ് യൂറോപ്യൻ ഫുട്ബോളിലേക്ക് വരും. പ്ലേയേഴ്സുകളുടെ പ്രൈസ് ഇന്ത്യൻ പൈസ പറയുകയാണെങ്കിൽ 2000-1500 കോടികൾക്കൊക്കെ വിൽപ്പന ചരക്കുകളായിട്ട് പ്ലേയേഴ്സ് മാറി. ആ ഒരു ക്വാളിറ്റിയിൽ പൈസ ഇല്ലാത്ത ക്ലബ്ബുകളൊക്കെ അടച്ചു കൂട്ടി പോകുക, അല്ലെങ്കിൽ റെലഗേറ്റ് ആയി പോകുന്ന അവസ്ഥയൊക്കെ ഉണ്ട്. പൈസ ഈസ് ദാറ്റ് ദ തിങ് കൺട്രോളിങ് ഫുട്ബോൾ. ബട്ട് ഇങ്ങനെയൊക്കെ ആകുമ്പോഴും ഫുട്ബോൾ ചേർത്ത് പിടിക്കുന്ന ഒരു രീതിയുണ്ട്, അല്ലെങ്കിൽ ഫുട്ബോളിൻ്റെ ഒരു ഇൻറ്റഗ്രിറ്റി ഉണ്ട്. അത് ഈ പൈസേൻ്റെ പെരുപ്പത്തിലും അതവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ബട്ട് ഈ അമേരിക്കൻ വേൾഡ് കപ്പിലേക്ക് വരുമ്പോൾ ഇത് കംപ്ലീറ്റ്ലി പോവാണ്. ഇവിടെ കൊണ്ട് തീരുന്നല്ല. അതായത് പല ആഫ്രിക്കൻ രാജ്യങ്ങളെയും ഫാൻസിനെ അവർ ബാൻ ചെയ്തു. മൊറോക്കൻ ഫാൻസിനെ ബാൻ ചെയ്യുന്നു, കോങ്കോൻ്റെ ഫാൻസിനെ, ഐവറി കോസ്റ്റിൻ്റെ ഫാൻസിനെ ബാൻ ചെയ്യുന്നു. ലൈക്ക് നിങ്ങളൊരു ബോർഡർ രാജ്യത്തെ ഫാൻസിനെ ബാൻ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആഫ്രിക്കൻ രാജ്യങ്ങളൊക്കെ ഇല്ലീഗൽ ഇമിഗ്രൻസ് എന്നുള്ള പേരിലൊക്കെ നിങ്ങൾ ആഫ്രിക്കയിൽ നിന്ന് ഇല്ലീഗൽ ഇമിഗ്രൻസ് വരുന്നു, യൂറോപ്യൻ രാജ്യത്തുള്ള ആൾക്കാർ കളി കാണാൻ വരാമെന്നൊക്കെ നിങ്ങൾ പറയുന്നതിൻ്റെ വംശീയമായിട്ടൊരു സ്റ്റാൻഡ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ചോദ്യം ചെയ്യേണ്ടതാണ്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഫിഫ അമേരിക്ക എന്ത് ചെയ്യുന്നു അതിനനുസരിച്ച് മാത്രമാണ് ഫിഫ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഫിഫയ്ക്ക് ഒരു വോയിസ് ഇല്ല. സ്വന്തം നിയമിച്ചൊരു റഫറീനെ ഇങ്ങനത്തെ ഒരു കാരണം പറഞ്ഞ് പുറത്താക്കുമ്പോൾ ഫിഫ ഒന്നും പ്രതികരിക്കുന്നില്ല എന്നുള്ളത് ഭയങ്കര കോമഡിയാണ്. സോ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ വിചാരിച്ചത്, ഫുട്ബോൾ എങ്ങനെയാണ് ദ ഗെയിം ഓഫ് ഇൻറ്റഗ്രിറ്റി ആവുന്നത് എന്നുള്ളത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ അറിയേണ്ട ഒരു കാര്യമാണ്. എന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഒരു അഭയാർത്ഥി ക്യാമ്പുകളിൽ കിടക്കുന്ന ഒരു കുട്ടിക്ക് ഒരു ഫോർമുല 1 ഡ്രൈവർ ആവണമെന്നോ അല്ലെങ്കിൽ ഒരു ടെന്നീസ് പ്ലെയർ ആവണമെന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. ലൈക്ക് ആ ചിന്തയ്ക്ക് പരിമിതികളുണ്ട്. എന്ന് വെച്ചാൽ ഒരു നേരത്തെ ഭക്ഷണം പോലും കിട്ടാണ്ട് കഷ്ടപ്പെടുന്ന അഭയാർത്ഥി ക്യാമ്പുകളിലെ കുട്ടികൾക്ക് ഒരു ഫോർമുല 1 ഡ്രൈവർ ആവണമെന്നോ ടെന്നീസ് കളിക്കാരനാവണമെന്നോ പറയുന്നത് അത്ര എളുപ്പമല്ല. പക്ഷേ അവനൊരു ഫുട്ബോൾ കളിക്കാരനാവാൻ സ്വപ്നം കാണാൻ പറ്റും. ഇന്ന് നമ്മുടെ ഫുട്ബോൾ ലോകത്ത് പല മികച്ച താരങ്ങളുടെയും ബാക്ക് സ്റ്റോറി പോകുമ്പോൾ അവർ പലപ്പോഴും അഭയാർത്ഥി ക്യാമ്പുകളിൽ പട്ടിണി കിടന്ന ആൾക്കാരാണ്. ബിക്കോസ് അത് ഫുട്ബോൾ കൊടുക്കുന്ന ഒരു ഒരു ലൈക്ക് ഡിവൈൻ ഓഫർ എന്നൊക്കെ പറയില്ല നമ്മൾ, ഭയങ്കര ഒരു വല്ലാത്തൊരു വലിയ ഓഫറാണ്. ലൈക്ക് നിങ്ങൾക്ക് ആ ഒരു സ്റ്റേജിൽ നിങ്ങൾക്ക് ഒരു ഫുട്ബോൾ കളിക്കാരനാവാനുള്ള സാഹചര്യങ്ങളുണ്ട്. അഭയാർത്ഥി ക്യാമ്പുകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പേപ്പർ കൊണ്ട് കെട്ടിയ ബോൾ വെച്ച് തട്ടിക്കളിച്ച ആൾക്കാർ ഇന്ന് ലോക ഫുട്ബോളിൻ്റെ പല സ്റ്റേജുകളിൽ എത്തിയിട്ടുണ്ട്. സോ ദാറ്റ്സ് ഹൗ ഫുട്ബോൾ ബിക്കംസ് ദ സ്പോർട്സ് ഓഫ് എവരി വൺ എന്ന് പറയുന്നത്. ലൈക്ക് നിങ്ങൾക്ക് ഏതൊരവസ്ഥയിലും നിങ്ങൾക്ക് ഫുട്ബോളിൻ്റെ ഭാഗമായിട്ട് ഉയർന്നു വരാനുള്ളൊരു അവസരം മുന്നോട്ട് വയ്ക്കാം. അപ്പോൾ ഇതിപ്പോഴൊന്നുമല്ല. ഇപ്പോൾ ഫുട്ബോൾ കളി, പൈസ, അതിൻ്റെയൊക്കെ അപ്പുറത്തേക്ക് ഫുട്ബോളിൻ്റെ ഒരു പവർ എന്ന് പറയുന്നത് 1960-കളുടെയും 70-കളുടെയൊക്കെ സമയത്ത് പെലെ കളിക്കുന്ന സാൻഡോസ് നൈജീരിയയിൽ ഫുട്ബോൾ കളിക്കാൻ പോകുന്നൊരു കാലം ഉണ്ടായിരുന്നു. അന്ന് നൈജീരിയയിൽ സിവിൽ വാർ നടക്കുക. പക്ഷേ പെലേൻ്റെ കളി ആൾക്കാർക്ക് ഇൻട്രപ്ഷൻ ഇല്ലാണ്ട് കാണാൻ വേണ്ടിയിട്ട് നൈജീരിയ വെടിനിർത്തൽ, അതായത് സീസ് ഫയർ പ്രഖ്യാപിക്കുകയാണ്. ജസ്റ്റ് ബിക്കോസ് പെലെ ആ സ്റ്റേഡിയത്തിൽ കളിക്കുന്നു, ആൾക്കാർക്ക് എല്ലാവർക്കും സമാധാനത്തോടെ പോയി കളി കാണാൻ വേണ്ടി നൈജീരിയ 1-2 ദിവസത്തിന് വേണ്ടിയിട്ട് സീസ് ഫയർ പ്രഖ്യാപിക്കുകയാണ്. നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? ജസ്റ്റ് ലൈക്ക് ഫോർ 22 ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെട്ട് കളിക്കുന്ന ഒരു കളിക്ക് വേണ്ടിയിട്ട് ഒരു രാജ്യം വെടിനിർത്തൽ പ്രഖ്യാപിക്കുക എന്ന് പറയുന്നത് അതായിരുന്നു ഫുട്ബോളിൻ്റെ പവർ. ലൈക്ക് ഫുട്ബോൾ എന്ന് പറയുന്നത് മനുഷ്യന്മാരെ പല രീതിയിൽ ചേർത്ത് വെക്കുന്ന ഒരു കളിയായിരുന്നു. ഇപ്പോൾ റീസെൻ്റായിട്ട് 2006 ഐവറി കോസ്റ്റ്, നിങ്ങൾക്ക് അറിയണ്ടാവും, ദിദിയർ ദ്രോഗ്ബേൻ്റെ യായ ടൂറേൻ്റെ ഒക്കെ ടീമാണ്. അവർ 2006 വേൾഡ് കപ്പിന് സുഡാനെ തോൽപ്പിച്ച് യോഗ്യത നേടാം. അപ്പോൾ ഈ സമയത്ത് ദ്രോഗ്ബ എന്ന ചെൽസീൻ്റെ ഏറ്റവും സ്റ്റാർ സ്ട്രൈക്കറായിട്ട് നിൽക്കുന്ന സമയമാണ്. ദ്രോഗ്ബ ടി വിയിൽ വന്നു. അതായത് അന്ന് ഐവറി കോസ്റ്റിലൊരു ആഭ്യന്തര കലാപം നടക്കുന്ന സമയമാണ്. അതായത് സൗത്ത് ഐവറി കോസ്റ്റും നോർത്ത് ഐവറി കോസ്റ്റും ആണെന്നാണ് തോന്നുന്നത്. ഒരു ഏരിയയിൽ മുസ്ലിം പോപ്പുലേഷൻ കൂടുതലും, മറ്റേ ഏരിയയിൽ ക്രിസ്ത്യൻ പോപ്പുലേഷൻ കൂടുതലാണ്. അപ്പോൾ ഇവരുടെ ഇടയിൽ ഒരു സിവിൽ വാർ നടക്കുക. അപ്പോൾ ദ്രോഗ്ബ വേൾഡ് കപ്പ് ക്വാളിഫിക്കേഷൻ കിട്ടിയപ്പോൾ എന്ന് പറയുന്നത് ഈ വെടി നിർത്തണം, ഇങ്ങനെ നമ്മൾ സിവിൽ വാർ നടത്താൻ പാടില്ല എന്ന് ആവശ്യപ്പെട്ടാണ് ടി വി കൂടെ. അതിൻ്റെ പേരിൽ പിറ്റേ ദിവസം തന്നെ വെടി നിർത്തിയല്ല പറയുന്നത്. പക്ഷേ ലൈക്ക് ഒരു മാസത്തോളമൊക്കെ എടുത്തിട്ട് ലൈക്ക് നമ്മളൊറ്റ കൺട്രി ആണെന്നും നമ്മളൊരു വേൾഡ് കപ്പ് കളിക്കാൻ പോകുകയാണെന്നും നമ്മളെ പ്ലേയേഴ്സ് ആണെന്നും നമ്മുടെ കൊടിയാണ്, നമ്മുടെ രാജ്യമാണെന്നുള്ളൊരു തോന്നൽ
ഐവറി കോസ്റ്റിൻ്റെ സിവിൽ വാർ നിർത്തുകയാണ്. പിന്നെ ഇപ്പോൾ നമ്മുടെ ബോസ്നിയ ഹെർഗസ്നോവിയ, ലൈക്ക് ഐ ഡോണ്ട് നോ ദ പ്രൊനൗൺസിയേഷൻ, ആ ഒരു കൺട്രി, 2 കൺട്രിയായിരുന്നു ബോസ്നിയും ഈ ഹെർഗസ്നോവിയ എന്ന് പറഞ്ഞ സെക്കൻഡ് പാർട്ടിലെ കൺട്രി. അവരെപ്പോഴും യുദ്ധമായിരുന്നു. ബസ് ലൈക്ക് 2014 തൊട്ട് ഇപ്പോൾ അവർ ഒറ്റ വേൾഡ് കപ്പ് ഒരു ടീമായിട്ടാണ് കളിക്കുന്നത്. ലൈക്ക് അവർ ഇൻറ്റഗ്രിറ്റി അവർക്ക് കൈവന്നു. അപ്പോൾ അതുമാത്രമല്ല, ഈ ലോകകപ്പ് ഫുട്ബോൾ എന്നൊക്കെ പറയുന്നത് പലർക്കും പല രാജ്യങ്ങൾക്കും അവരുടെ ഐഡൻറ്റിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ളൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ഇപ്പോൾ ഞാൻ നിങ്ങളോട് പറയുകയാണെങ്കിൽ ക്രൊയേഷ്യ എന്ന് പറയുന്ന രാജ്യത്തിന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത്, എനിക്കറിയുന്നത്, അല്ലെങ്കിൽ ലൂക്കാ മോഡ്രിച്ചിൻ്റെ കൺട്രി 2018 അവരുടെ വേൾഡ് കപ്പ് റണ്ണ്, കുറച്ചും കൂടെ പ്രായമായിട്ടുള്ള ആൾക്കാരാണെങ്കിൽ 1998 അവരുടെ വേൾഡ് കപ്പ് റണ്ണ്. അപ്പോൾ ഈ ഒരു വേൾഡ് കപ്പിൽ വെച്ചിട്ടാണ് ക്രൊയേഷ്യ എന്ന് പറയുന്ന രാജ്യം അവരെ വേൾഡിലേക്ക് പ്ലേസ് ചെയ്യുന്നത്. യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് വൺ തിങ്, ക്രൊയേഷ്യ 98 വേൾഡ് കപ്പ് കളിക്കുന്നതിൻ്റെ ഒരു 4-5 വർഷം മുന്നേ യുഗോസ്ലാവിയെന്ന് ലൈക്ക് എന്താ പറയുക, സ്വാതന്ത്ര്യം നേടിയിട്ട് വന്ന പുതിയ രാജ്യമാണ്. ആ രാജ്യത്തിനെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞ ഒരു വേൾഡ് കപ്പിലൂടെയാണ്. അതുമാത്രമല്ല, നിങ്ങളിപ്പോൾ ഗൂഗിളിൽ അടിച്ചിട്ട് കോങ്കോ വേൾഡ് കപ്പ് നേടിയപ്പോൾ കോങ്കോൻ്റെ ആൾക്കാർ സെലിബ്രേറ്റ് ചെയ്ത രീതി, നാട്ടുകാർ, ഈ ബോസ്നിയൻ്റെ ആൾക്കാർ സെലിബ്രേറ്റ് ചെയ്യുന്ന രീതി, വേറൊരു രാജ്യം കൂടി പ്രാവശ്യം ഫസ്റ്റ് വേൾഡ് കപ്പ് കളിക്കുന്നത്, ഞാൻ പേര് മറന്നുപോയി. സോ ആ രാജ്യത്തിൻ്റെ ആൾക്കാർ സെലിബ്രേറ്റ് ചെയ്യുന്ന രീതി, ലൈക്ക് 6, 7, 8 മത്സരങ്ങളിലൊരു ടൂർണമെൻ്റ് ആകുമ്പോൾ പോലും ലോകത്തിന് മുന്നിൽ തങ്ങളുടെ രാജ്യത്തിനെ പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കളിക്കാർക്കും ആ രാജ്യത്തെ ആൾക്കാർക്കും കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഫുട്ബോൾ വേൾഡ് കപ്പ് എന്ന് പറയുന്നത്. സോ അവർക്ക് ആ റൈറ്റ് ഉണ്ട്, ആ ഫാൻസിനെ ആ കളി കാണാനും സപ്പോർട്ട് ചെയ്യാനും ആ രാജ്യത്ത് പോകാനൊക്കെ. അപ്പോൾ നിങ്ങൾ ഈ രാജ്യക്കാരൊന്നും മനുഷ്യന്മാരായിട്ട് കാണാണ്ട് 3ാം ലോക രാജ്യങ്ങളായിട്ട് മാത്രം കണ്ടിട്ട് നിങ്ങളുടെ ഐഡിയോളജികൾ അടിച്ചേൽപ്പിക്കുകയാണ്. അങ്ങനെ നിങ്ങൾ ഫുട്ബോൾ എന്ന് പറയുന്ന ഒരു കംപ്ലീറ്റ് ഗെയിമിൻ്റെ ഇൻറ്റഗ്രിറ്റി തന്നെ കളയണം. ഇതൊരു നല്ല കാര്യമാണോ? ലൈക്ക് ഞാൻ 1-2 കാര്യങ്ങളോട് എൻ്റെ ഇതിലുള്ള പറയാം. അപ്പോൾ 1990 വേൾഡ് കപ്പിലാണ് കാമറൂൺ ക്വാർട്ടർ ഫൈനലിലെത്തുന്നത്. ആഫ്രിക്കയിൽ നിന്ന് ക്വാർട്ടർ ഫൈനലിലെത്തുന്ന ആദ്യത്തെ രാജ്യമായിരുന്നു കാമറൂൺ എന്ന് പറയുന്നത്. സോ റോജർ മില്ല എന്ന് പറയുന്ന ഒരു ഭയങ്കര ഫേമസ് പ്ലെയർ ഉണ്ട്, കാമറൂണനാണെന്നാണ് എൻ്റെ വിശ്വാസം. ലൈക്ക് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. സോ റോജർ മില്ലേൻ്റെ അണ്ടറിൽ ക്വാർട്ടർ ഫൈനൽ എത്തി. ഇത് യൂറോപ്യൻ ടീമുകൾക്കും രാജ്യങ്ങൾക്കും മനസ്സിലായി, ഓക്കെ ആഫ്രിക്കയിൽ ഫുട്ബോളിന് ഇത്രയും വലിയൊരു പൊട്ടൻഷ്യൽ ഉണ്ടെന്നുള്ളത്. സോ ഇതുവഴി ധാരാളം ആഫ്രിക്കൻ കുട്ടികൾക്ക് യൂറോപ്പിലേക്കൊക്കെ മൈഗ്രേറ്റ് ചെയ്യാൻ ഫുട്ബോൾ ക്യാമ്പുകളുടെ പേരിൽ പറ്റി. ഇവർ മൈഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇവരുടെ ഫാമിലീസ് വരുന്നു, ഇവർക്ക് നല്ല നല്ല ക്ലബ്ബുകളിൽ കളിക്കാൻ പറ്റുന്നു, പൈസ കിട്ടുന്നു. ആസ് എ പാർട്ട് ഈ കൺട്രികളും ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങുകയാണ് ജസ്റ്റ് ബിക്കോസ് ഓഫ് ഫുട്ബോൾ. ആ ഒരു ആഫ്രിക്കൻ നാഷണലായിട്ടുള്ള കാമറൂൺ അവരെ 90 വേൾഡ് കപ്പിൽ പ്ലേസ് ചെയ്തത് കൊണ്ടുണ്ടായതാണ് ഇത് മൊത്തം. അപ്പോൾ നിങ്ങൾക്ക് സാദിയോ മാനെ എന്ന് പറയുന്ന ഒരു പ്ലെയർ സെനഗലിൽ നിന്ന് വന്നിട്ട് ആൾ പ്രീമിയർ ലീഗിലും സൗദി ലീഗിലും നമ്മുടെ ജർമ്മൻ ലീഗിലും ഒക്കെ കളിച്ചിട്ട് അയാളുണ്ടാക്കിയ പൈസ വഴി അയാളുടെ നാട്ടിൽ ഓരോ കുട്ടികളെയും ഗ്രാമങ്ങളെയും ഹോസ്പിറ്റലുകളെയൊക്കെ ഡെവലപ്പ് ചെയ്യുന്ന നമ്മൾ കണ്ടിട്ടുണ്ട്. ഇറ്റ്സ് ജസ്റ്റ് ബിക്കോസ് ഹീ ഗോട്ട് ദാറ്റ് ഓപ്പർച്യൂണിറ്റി ടു പ്ലേ ഇൻ ഫുട്ബോൾ, പ്ലേ ഫോർ ദ ലൈക്ക് ബിഗ്ഗസ്റ്റ് ക്ലബ്സ്. പുള്ളിക്കാരൻ ഒരു പൈസ കിട്ടുന്നു, ആ പൈസ പുള്ളിക്കാരൻ ഭയങ്കര വൈസായിട്ട് സ്പെൻഡ് ചെയ്ത് പുള്ളിക്കാരൻ്റെ നാടിനെ ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യുന്നു. പുള്ളിക്കാരൻ്റെ മാത്രം കേസല്ല, ആഫ്രിക്കയിൽ നിന്ന് മുന്നോട്ട് വരുന്ന ധാരാളം പ്ലേയേഴ്സ് പോലും അവരുടെ ഗ്രാമങ്ങളെയും നഗരങ്ങളെയൊക്കെ ഇമ്പ്രൂവ് ചെയ്യുന്നത് ഈ ഒരു പൈസ വെച്ചിട്ടാണ്. സോ ഇറ്റ്സ് ദ എന്താ പറയുക, സ്പോർട്സ് ഓഫ് കൾച്ചർ, ഇൻക്ലൂഷൻ, ഇൻറ്റഗ്രിറ്റി. ഇറ്റ്സ് നോട്ട് ദ ഗെയിം ഓഫ് ലൈക്ക് സം റിച്ച് പീപ്പിൾ. നിങ്ങൾ ഈ ഗോൾഫ് ക്ലബ്ബിൽ കോടികൾ മാത്രം ആൾക്കാരുള്ള പൈസയുള്ള ആൾക്കാർ മെമ്പർഷിപ്പ് എടുത്തിട്ട് വൈകുന്നേരങ്ങളിൽ 1-2 ബിയറോ അല്ലെങ്കിൽ ആൽക്കഹോളോ അടിച്ച് കളിക്കുന്ന കളിയല്ല ഫുട്ബോൾ. അപ്പോൾ നിങ്ങൾക്ക് വിനീഷ്യസ് ജൂനിയേഴ്സിൻ്റെ കാര്യം എടുത്താൽ മതി. ബ്രസീലിയൻ തെരുവുകളിൽ പട്ടിണി കിടന്ന് നടന്നുകൊണ്ടിരുന്ന ആളാണ് ഇന്ന് റയൽ മാഡ്രിഡ് പോലത്തെ ഒരു ടീമിൻ്റെ ഏറ്റവും മികച്ച പ്ലെയർ ആവുകയും ബാലൻ ഡിയോറിൽ സെക്കൻഡ് വരികയും ഫിഫ ബെസ്റ്റ് പ്ലെയർ ആവുകയും ചെയ്യുന്നത്. ഇറ്റ്സ് ദ എന്താ പറയുക, ലൈക്ക് ഫ്രീഡം ഓഫേർഡ് ബൈ ഫുട്ബോൾ. അത് ഫുട്ബോളിന് മാത്രം കൊടുക്കാൻ പറ്റുന്ന ഒരു ഫ്രീഡമാണ്. നമ്മളെല്ലാവരും ഫുട്ബോളിൽ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്നത് ഇതാണ്. പല രാജ്യങ്ങളുണ്ട്. ഇപ്പോൾ 2010 സൗത്ത് ആഫ്രിക്കയിൽ ഒരു വേൾഡ് കപ്പ് വരുമ്പോൾ സൗത്ത് ആഫ്രിക്ക, ആഫ്രിക്കൻ കോണ്ടിനെൻറ്റ്, ഇവർക്കൊക്കെ അവരെ എക്സ്പ്രസ് ചെയ്യാൻ കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഫുട്ബോൾ എന്ന് പറയുന്നത്. ഖത്തർ 2022 അവരുടെ ആ ഒരു ലൈക്ക് മുസ്ലിം കൾച്ചറും അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഓപ്പണിംഗ് സെറമണിയൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ അത് അവരുടെ രാജ്യത്തിൻ്റെ കൾച്ചർ ലോകത്തിന് മുന്നിൽ എക്സ്പ്രസ് ചെയ്യാണ് വേൾഡ് കപ്പ് വഴി. ഇതാണ് വേൾഡ് കപ്പിൻ്റെ പർപ്പസ്, അല്ലാണ്ട് നിങ്ങളുടെ റൂൾ അടിച്ചേൽപ്പിക്കല്ല. അപ്പോൾ നമ്മളിങ്ങനെ സ്പീഡിലാണ് സംസാരിക്കുന്നത് തോന്നുന്നു, ബട്ട് സ്റ്റിൽ ഖത്തർ വേൾഡ് കപ്പിൽ ആൽക്കഹോൾ നിരോധിക്കുകയും അല്ലെങ്കിൽ LGBTQ റിലേറ്റഡ് പ്രശ്നങ്ങൾ അവർ ബാൻ ചെയ്യുകയും ചെയ്തപ്പോൾ യൂറോപ്പിലുള്ള രാജ്യങ്ങളൊക്കെ മനുഷ്യൻ്റെ സ്വാഭാവികമായിട്ടുള്ള വ്യക്തി സ്വാതന്ത്ര്യത്തിലുള്ള കടന്നുകയറ്റാണെന്നൊക്കെ പറഞ്ഞ ആരോപണങ്ങൾ ഉന്നയിച്ചു. അന്നും ഫിഫ ഈ നിലപാട് തന്നെ എടുത്തു. പക്ഷേ അത് ശരിയാണെന്നോ തെറ്റാണെന്നൊന്നും ഞാൻ പറഞ്ഞില്ല. പക്ഷേ അന്ന് ഇത്രയും പ്രതികരിച്ച യൂറോപ്യൻ രാജ്യങ്ങൾ അമേരിക്ക സൊമാലിയൻ റഫറീനെ ബാൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മൊറോക്കൻ ഫാൻസിനെ ബാൻ ചെയ്യുമ്പോൾ ആഫ്രിക്കൻ കൺട്രീസിൽ പലരുടെയും ഫാൻസിനെ ബാൻ ചെയ്യുമ്പോൾ എന്തുകൊണ്ടാണ് പ്രതികരിക്കാത്തത്? എന്താണ് ഈ ഡബിൾ സ്റ്റാൻഡേർഡ് എടുക്കുന്നത് എന്നുള്ളതാണ് ഫസ്റ്റ് ചോദിക്കേണ്ട ചോദ്യം. ലൈക്ക് ഖത്തർ ഒരിക്കലും ഒരു ഫാൻസിനെ ബാൻ ചെയ്യുക, ഒരു ഗ്രൂപ്പിനെ ബാൻ ചെയ്തിട്ടില്ല. അവർ അവരുടെ രാജ്യത്തിൻ്റെ നിയമങ്ങളെ മുന്നോട്ട് വെച്ചു. അത് ശരിയാണോ തെറ്റാണോ നമുക്ക് ഇപ്പോഴും അറിയാം. ഒരു രാജ്യത്ത് ഒരു ഫുട്ബോൾ വേൾഡ് കപ്പ് കളിക്കുമ്പോൾ അവിടെ വരുന്ന എല്ലാവർക്കും എൻജോയ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി വരണമെന്നും നിങ്ങൾ റെസ്ട്രിക്ഷൻ വെക്കരുതെന്നും വേണമെങ്കിൽ നമുക്ക് വാദിക്കാം. ഇത് പക്ഷേ അടിച്ചേൽപ്പിക്കുകയാണ് ആക്ച്വലി, വിച്ച് ഈസ് നോട്ട് എ ഗുഡ് തിങ് ടു ബി ഓണസ്റ്റ്. ലൈക്ക് 1998 ഫ്രാൻസിൻ്റെ വേൾഡ് കപ്പിൻ്റെ
ബ്ലാക്ക് വൈറ്റ് അറബ്സ് എന്നുള്ളൊരു ഫ്രഞ്ച് പേരുണ്ടായിരുന്നു, ബ്ലാങ്ക് ബ്യൂർ അങ്ങനെ എന്തോ ആ ഫ്രഞ്ച് വേർഡ്, ലൈക്ക് ഐ ഫോർഗോട്ട് തന്നെ, ഞാൻ എഴുതിയിട്ടൊന്നുമില്ല അതുകൊണ്ടാണ്. സോ അങ്ങനെ എന്ന് വെച്ചാൽ അൾജീരിയൻ വംശനായിട്ട് സിദാനും ആഫ്രിക്കൻ വംശനായിട്ട് 1-2 പ്ലേയേഴ്സും ഉണ്ടായിരുന്നു. മക്കളെല്ലാം വേൾഡ് കപ്പ് കളിച്ചിട്ട് തോന്നുന്നു. പിന്നെ ഫ്രാൻസിൽ നിന്നുള്ള പ്ലേയേഴ്സ് ഉണ്ടായിരുന്നു, ദശാംശനെ പോലുള്ള. സോ എല്ലാ കൾച്ചറിൽ നിന്നുള്ള ആൾക്കാരെ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടാണ് 98 വേൾഡ് കപ്പിൽ ഫ്രാൻസ് വരുന്നത്. ആൻഡ് ദേ വൺ ദ വേൾഡ് കപ്പ്. സോ അത് ഭയങ്കര എന്താ പറയുക, ലോകത്തിൻ്റെ രീതിയിൽ ലൈക്ക് ലോകത്തിൻ്റെ മുന്നിൽ അവരെ മാർക്ക് ചെയ്തൊരു സംഭവമായിരുന്നു. ഈ ഒരു വാവ്, ഇങ്ങനൊരു ഇൻ്റഗ്രേറ്റിൽ നിങ്ങൾക്കൊരു സ്പോർട്സ് കളിക്കാം, നിങ്ങൾക്കൊരു കപ്പ് അടിക്കാം, നിങ്ങൾക്ക് രാജ്യത്തിൻ്റെ മേലെ നിങ്ങളെ പ്ലേസ് ചെയ്യാം. ഇപ്പോൾ സിദാൻ കപ്പ് അടിക്കുമ്പോൾ സിദാൻ അൾജീരിയക്കാരനാണെന്നുള്ള ഒരു ലേബൽ വരുന്നു. അൾജീരിയ എന്ന് പറയുന്ന ഒരു രാജ്യത്തിന് ഐഡൻറ്റിറ്റി കിട്ടുന്നു. അപ്പോൾ നിങ്ങൾക്കറിയാം, നമ്മുടെ കേരളത്തിൽ നിന്ന് ഒരാൾ ഖത്തർ ടീമിന് വേണ്ടി കളിക്കുമ്പോൾ നമുക്ക് വാവ്, കേരളത്തിനാണ് അവിടെ പ്ലേസ് ചെയ്യുന്നുള്ളൊരു ഫീൽ നമുക്ക് കിട്ടും. ഇതെല്ലാവർക്കും കിട്ടും. ഇപ്പോൾ കാലാകാലങ്ങളായിട്ട് 3-4 ലോക രാജ്യങ്ങളായിട്ട് കൺസിഡർ ചെയ്യപ്പെടുന്ന ആഫ്രിക്കൻ രാജ്യങ്ങൾക്കൊക്കെ ഈ ഒരു ഓപ്പർച്യൂണിറ്റി വേണ്ടേ? കോങ്കോക്കെ ആവട്ടെ, ഏതൊരു രാജ്യത്തിനാവട്ടെ, ദേ ഡിസേർവ് ദാറ്റ്. ലൈക്ക് അവർക്ക് മുന്നോട്ട് വരാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് അത്. ഇത്തരം എന്താ പറയുക, ഭയങ്കര മനുഷ്യത്വത്തിൻ്റെ ലെവലേശം പോലും തൊട്ട് കൊണ്ടാത്ത നിയമങ്ങളുടെ പേരിൽ കളയാൻ പറ്റുന്ന ഒന്നല്ല. സോ ലൈക്ക് പെലേൻ്റെ സ്റ്റോറി, ദ്രോഗ്ബേൻ്റെ സ്റ്റോറി, കാമറൂണിൻ്റെ 1990കളുടെ സ്റ്റോറി, ബോസ്നിയൻ്റെ കഥ, ക്രൊയേഷ്യൻ്റെ കഥ, ഇങ്ങനെ നമുക്ക് ഫുട്ബോൾ ആസ് എ സ്പോർട്സ് എങ്ങനെയാണ് ലോകത്തിനെ കൈപിടിച്ച്, അല്ലെങ്കിൽ ലോക ജനതേനെ, ലോക രാജ്യങ്ങളെ കൈപിടിച്ചിട്ട് അവർക്ക് ലോകത്തിലൊരു സ്പേസ് ഉണ്ടാക്കി കൊടുത്തതെന്ന് പറയാൻ ഇഷ്ടം പോലെ കഥകൾ പറയാൻ പറ്റും. സോ ദാറ്റ്സ് ഹൗ ഫുട്ബോൾ ഷുഡ് ബി. എത്രയൊക്കെ പൈസേൻ്റെ പരിപാടികളാണെങ്കിലും, എത്രയൊക്കെ കോർപ്പറേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റുകൾ വരുമ്പോഴും, എത്രയൊക്കെ ഓയിൽ മണി എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ പോലും ഫുട്ബോളിന് ഫുട്ബോളിൻ്റെതായിട്ടുള്ളൊരു ഐഡൻറ്റിറ്റി ഉണ്ട്. അതിൻ്റെ ഒരു സ്വത്ത രാഷ്ട്രീയമുണ്ട്. അത് 1930 തൊട്ട് ഇങ്ങോട്ട് നീണ്ടു കിടക്കുന്ന ലോകകപ്പുകളൊക്കെ പലപ്പോഴും കൈപിടിച്ച് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുള്ളൊരു രാഷ്ട്രീയമാണ്. അതിനെ പാടേ അകറ്റി നിർത്തിക്കൊണ്ട് പൈസയ്ക്ക് വേണ്ടി മാത്രം അമേരിക്കയുടെ തോന്നിവാസങ്ങൾ, ലൈക്ക് അമേരിക്ക എന്ന് പറഞ്ഞ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അവരെന്ത് തോന്നിവാസം ചെയ്താലും അവരൊരിക്കലും ഒടിക്കപ്പെടത്തില്ല എന്നുള്ളതാണ്. അവർക്കെതിരെ ആരും ശബ്ദം ഉയർത്തൂല. സോ ആ ഒരു രീതിയിലേക്ക് മാറ്റുക എന്ന് പറയുന്നത് ആസ് എ ഫുട്ബോൾ ഫാൻ നമ്മളെല്ലാവരും ഭയങ്കരമായിട്ട് റിഗ്രറ്റ് ചെയ്യേണ്ട ഒരു സംഭവമാണ്. ലൈക്ക് ഇങ്ങനെ ആയിരിക്കരുത് ഫുട്ബോൾ എന്ന് പറയുന്നത്. ഇറ്റ് ഷുഡ് ബി ദ ഗെയിം ഓഫ് എവ്രി വൺ. ഏതൊരു കറുത്ത വർഗ്ഗക്കാരനാവട്ടെ, വെളുത്ത വർഗ്ഗക്കാരനാവട്ടെ, അറബ് വംശജനായിക്കോട്ടെ, ഇന്ത്യക്കാരനായിക്കോട്ടെ, ഇനി കൊറിയൻ വംശജ, സൗത്ത് ഏഷ്യൻ വംശജായിക്കോട്ടെ, ആരായിക്കോട്ടെ, അവർക്ക് ഈക്വലി റൈറ്റിൽ അവരുടേതായിട്ടുള്ള രീതിയിൽ ഫുട്ബോൾ കളിച്ച് അവരുടെ രാജ്യത്തിനെയും അവരുടെ ഐഡൻറ്റിറ്റിനെ എക്സ്പ്രസ് ചെയ്യാനുള്ള അവകാശം ഉണ്ടായിരിക്കണം. ഫുട്ബോൾ ഷുഡ് ബി ലൈക്ക് ദാറ്റ്. സോ ഒമർ അബ്ദുൽ ഖാദറിനെ പോലുള്ളൊരു ഏറ്റവും ടാലൻ്റ് ആയിട്ടുള്ള റഫറീനെയൊക്കെ ബാൻ ചെയ്യുന്ന സംഭവം ഫിഫ പോലത്തെ ഒരു സംഘടന ഒന്നും പറയാണ്ടിരിക്കുക എന്ന് പറയുന്നത് ഇറ്റ്സ് വെരി പതറ്റിക്. സോ ഐ തോട്ട് ഐ ഷുഡ് ടോക്ക് അബൌട്ട് ദിസ്. നിങ്ങൾക്ക് ഒരുപാട് സ്റ്റോറീസ് വായിക്കാൻ പറ്റും, ലൈക്ക് എങ്ങനെയാണ് ഫുട്ബോളിൻ്റെ ഇൻറ്റഗ്രിറ്റി നമുക്ക് ഇതാക്കാൻ പറ്റുന്നത്. അപ്പോൾ ഞാൻ ചിലതൊക്കെ എൻ്റെ ഓർമ്മയിൽ നിന്ന് എടുത്ത് പറഞ്ഞതാണ്. ഇനി ഇതിനേക്കാളും എങ്ങനെ 90-ലെ കാമറൂണിൻ്റെ പെർഫോമൻസ്, ലൈക്ക് അങ്ങനെ യുഗോസ്ലാവിയ, അങ്ങനെ എല്ലാ രാജ്യങ്ങളുടെ പെർഫോമൻസ് നിങ്ങൾക്ക് ഗൂഗിളിലാണെങ്കിലും പല ആർട്ടിക്കിൾസിലാണെങ്കിലും ഒക്കെ വായിക്കാൻ പറ്റും. ദ്രോഗ്ബേൻ്റെ പ്രസ് കോൺഫറൻസ് ഞാനിപ്പോൾ ലൈക്ക് തെറ്റായിട്ട് പറയേണ്ടതുകൊണ്ടാണ്. എങ്ങനെയാണ് പുള്ളി അന്ന് ആ ടി വിയിൽ വന്ന് പറഞ്ഞതെന്നുള്ളതൊക്കെ ഗോൾ എന്ന് പറയുന്ന വെബ്സൈറ്റിലാണോ അതോ BBC-ൻ്റെ ആണോ അറിയില്ല, ഏതൊരു വെബ്സൈറ്റിൽ ഫുള്ളുണ്ട്, ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വായിച്ചു നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഹൗ നമ്മൾ ഒരു ക്ലബിനെ, ഒരു രാജ്യത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന അപ്പുറത്തേക്ക് എന്താണ് ഫുട്ബോൾ ഓഫർ ചെയ്യുന്നത് എന്നുള്ളത്. സോ താങ്ക് യു ഗൈസ്, ദാറ്റ്സ് ഓൾ.